ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന വീഡിയോസിൻ്റെ ഒരു പ്രോ മോഡലാണ്. ഈ ഒരു പ്രോ മോഡലെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു കഴിഞ്ഞ പെരുന്നാളിന് കുറച്ച് ദിവസം മുമ്പായിട്ട് ഒരു ബാർബർ ഷോപ്പിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ പോയി കാണുക. വളരെ വിശദമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നതിന്, ബാർബർ ഷോപ്പ് തുടങ്ങുന്നതിന് എത്ര രൂപ ചിലവാകും, എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന അങ്ങനെ ഒരു ബാർബർ ഷോപ്പിൽ ഇവിടെ വന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിൽ നിന്ന് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ വളരെ രീതിയിൽ ഉയർന്ന ഒരു സംരംഭകൻ്റെ ഒരു കഥയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണെങ്കിൽ, എൻ്റെ പേര് ബർക്കത്ത് അബ്ദുൽ സലാം. നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയിലെ വിശേഷങ്ങളും കാര്യങ്ങളും വാർത്തകളും, അതുപോലെ തന്നെ ബിസിനസ്, നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ജോലി വേക്കൻസികളും ഇതൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ കൂടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നമ്മളെ കൂടെ. അപ്പോൾ എന്തായാലും ഞാൻ നേരെ ഇനി ഒരുപാട് സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ പ്രോഫിറ്റിൻ്റെ കേസ് ഒരിക്കലും ഒരാളും എന്ത് ചെയ്യത്തില്ല, വളരെ വ്യക്തമായിട്ട് റിവീൽ ചെയ്യത്തില്ല. അത് നമുക്ക് ചോദിക്കാനും പറ്റില്ല. അതിന് ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേറെ രീതികളാണ്. അതൊക്കെ മനസ്സിലാക്കാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന മലയാളികൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ അതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഷോപ്പ്. അത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഷോപ്പാണ്, ഇർഫാൻ ഭായിയുടെ ഷോപ്പാണ്. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങളും സ്പെഷ്യലായിട്ട് കുറേ കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്, എന്നാൽ പോലും അവിടെയൊന്നും അത്ര തിരക്കില്ല. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആളുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറേ ക്രിയേറ്റിവിറ്റികളും അദ്ദേഹത്തിൻ്റെ കുറേ ഡീലിങ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയി തന്നെ ഇർഫാൻ ഭായിയെ കണ്ട് അവിടെ ഇർഫാൻ ഭായി ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കി പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഗാർഡൻ്റെ ഫ്രണ്ടിലാണ് അല്ലേ. നല്ല അടിപൊളി വെള്ളച്ചാട്ടം, അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നൊരു നല്ല ചുക്കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുണ്ട് എൻ്റെ പിറകിൽ കാണുന്ന ആർട്ടിഫിഷ്യൽ ഗാർഡൻ. കൊള്ളാം അല്ലേ. അപ്പോൾ ഈ ഗാർഡൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഇർഫാൻ ഭായി എന്ന് പറയുന്ന ഷോപ്പിൻ്റെ ഓണറാണ്. ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക, നല്ല അപ്പോഴത്തേക്കും ചായയൊക്കെ കൊണ്ടൊരു ബംഗാളികളൊക്കെ വരും. അവരെ നല്ലൊരു കട്ടൻ ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചിരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ചൂടോടുകൂടി പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ പിറകിൽ കാണുന്ന ഇത്രയും വളരെ സുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ചെയ്യുന്ന ബിസിനസ്സും എന്താണ്, ഒരു ഹെയർ കട്ടാണ്. ഈ ഹെയർ കട്ടിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നവർക്ക്, അവിടെ എക്സ്ട്രാ ഉള്ളവർക്ക് വന്ന് വെളിയിലിരിക്കാനും, അല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കാൻ സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ വെളിയിലിറങ്ങിയിരുന്ന് കാറ്റ് കൊള്ളാനും ചെറിയൊരു കൂളിങ്ങൊക്കെ അടിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയ രീതിയിലൊരു സംഭവം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താണ്, കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പുതിയ ഐഡിയാസുകൾ ചെയ്യുന്ന ഒരു പ്രക്രിയ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചതിനേക്കാളൊക്കെ അപ്പുറം രീതിയിൽ കസ്റ്റമേഴ്സിനെ പിടിക്കുന്ന ഒരു മോഡലുകൾ വളരെ സത്യം. ഞാൻ ഒരു തമാശ പറയുമല്ല, ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ കുറേ പ്രകൃതികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ മുടി വെട്ടാൻ വന്നു കഴിഞ്ഞാൽ നല്ല ഡീലിങ്സാണ്. ഒന്നാമത്തെ നല്ല സൂപ്പർ ഡീലിങ്സാണ്. നമ്മൾ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ ആ ഒരു ബന്ധത്തിനെ നമ്മൾ വീണ്ടും എന്താ പറയുക, ഒന്ന് ഇതായി പോവും. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറബികളടുത്തൊക്കെ അറബി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കെന്താ കൊതിയായി പോവും. അത്ര നല്ല ഫ്ലുവൻ്റായിട്ട് അറബിയൊക്കെ സംസാരിക്കും. അറബികളോടൊക്കെ നല്ല രീതിക്ക് അറബി സംസാരിക്കും. അപ്പോൾ അതുപോലെ നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും വേണ്ടത് അറബി നല്ല ഫ്ലുവൻ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അറബിയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയ പൈസയ്ക്ക് നല്ലതുപോലെ നിങ്ങളുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ട് അറബി സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു അക്കാഡമിയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ കോൺടാക്ട് ചെയ്യുക. 3 മാസം കൊണ്ടിട്ട് നല്ലതുപോലെ നിങ്ങളെന്ത് ചെയ്യും, ഒരു അറബിയൊക്കെ പഠിപ്പിച്ച് തരും. അപ്പോൾ ഇതാണ് എൻ്റെ പിറകിൽ കാണുന്ന ഷോപ്പ്. ഇപ്പോൾ എല്ലാവരും ഓരോ ചെയറിലും ആൾക്കാരൊക്കെ ഇരുന്ന് വെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇവിടങ്ങളിൽ ബാക്കിയിപ്പോൾ എല്ലാ സ്ഥലങ്ങളും ആൾക്കാരും വെറുതെ ഇരിക്കുകയാണ്. പക്ഷേ ഇവിടെ മാത്രം ഏകദേശം ഒരു 6-7 വണ്ടി ഉണ്ട്.
അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. ഒരു നല്ല പാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു നല്ല വുഡിൻ്റെ മോഡലിൽ ഒരു സിമൻ്റൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ചായയൊക്കെ അതിൻ്റെ ബോക്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു 3 ബോക്സുകളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്രിസ്മസ് ട്രീ, പിന്നെ ഒരു കുറേ വെറൈറ്റി ഐറ്റംസ് ചെടികൾ, പിന്നെ ഒരു റോസ്, ഒന്നല്ല ഒരുപാട് റോസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അങ്ങറ്റത്തൊരു ജമന്തി, പിന്നെ കുറേ റോസകൾ, പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു, ഞാൻ പേരൊക്കെ മറന്നുപോയി. അപ്പം അങ്ങനെ കുറേ ചെടികൾ. പിന്നെ നോക്കിയാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരിത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ മാങ്ങ നിൽക്കുന്നുണ്ട. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നെജ്റാനിലും ജിസാറിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും നമ്മളെ നാട്ടിലെ കണക്ക് നല്ല മാങ്ങ ഇങ്ങനെ പിടിച്ച് നല്ല ഒരുപാട് മാങ്ങ പിടിക്കും. ഇപ്പോൾ നല്ല ഒരു ഏകദേശം കന്നിമാങ്ങ ആയി നിൽക്കുന്നൊരു പ്രായമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ഇർഫാൻ ഭായിയുടെ ഷോപ്പ്. ഈ അവിടെ നിൽക്കുന്ന കട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇർഫാൻ ഭായ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷോപ്പാണ്. ആദ്യം അദ്ദേഹം അപ്പുറത്ത് ഒരു ചെറിയ ഒരു മുറി കടയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അദ്ദേഹം അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു, ഇപ്പുറത്തെ കട കൂടിയിട്ട് എടുത്തിട്ട് അതിനകത്ത് തന്നെ ഒരു 3 ചെയർ ഇട്ടു, ഇപ്പുറത്തൊരു 4 ചെയർ, അങ്ങനെ മൊത്തത്തിൽ 7 ചെയറാണ് ഇർഫാൻ ഭായ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം അൽഹംദുലില്ലാ നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബാർബർ ഷോപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ 4 അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 4 രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് പ്രധാനമായിട്ടും മണി ആണ്, അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ബാർബർ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമായിട്ട് ഇവിടെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും പൊതുവേ കട നല്ല വൃത്തിയായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇതുപോലുള്ള സെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇടുക, പിന്നെ അതുപോലെ തന്നെ ചെയറുകൾ മേടിക്കുക, പിന്നെ അതിന് ഫ്രണ്ടിലേക്ക് നമ്മുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ള വളരെ വിശദമായിട്ട് ഞാൻ ഇതിന് മുന്നോട്ടുള്ള വീഡിയോസിനകത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇർഫാൻ ഭായ് ചെയ്യുന്ന ഇർഫാൻ ഭായിയുടെ ആ ഒരു ചെയർ ഇർഫാൻ ഭായ്ക്കുള്ള പ്രോഫിറ്റും, അതിനുശേഷം ഓരോ ചെയറിനും ഇർഫാൻ ഭായ് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു നിശ്ചിത ഇത് അവരുടെ കയ്യിൽ നിന്ന് അവരെ കയ്യിൽ നിന്നൊക്കെ ഒരു ഇത് വാങ്ങിക്കും. ഒന്നെങ്കിൽ അവർക്ക് ശമ്പളമായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അല്ലാതെ ഒരു കസേരയിൽ അവർ കട്ട് ചെയ്യുന്നതിന് അവരുടെ കയ്യിൽ നിന്ന് ഇത്ര രൂപ ഒരു വാടകയായിട്ട് മേടിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ പ്രോ മോഡൽ. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം ഈ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോസ് നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ വിശദമായിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാഭം കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. ഇവിടുത്തെ പഴയ ഒരുപാട് നിയമകാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ അത് ലാഭത്തിനാണോ അല്ലെങ്കിൽ അത് അവരെ സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്യുന്നതാണെന്നൊക്കെ ഉള്ളത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ചെയ്യാനുള്ള അർഹതയില്ല. അതിനെപ്പറ്റി റിവീൽ ചെയ്യാനുള്ള താല്പര്യം എനിക്കുമില്ല. അത് ചെയ്യുന്നത് ശരിയുമല്ല. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ യുക്തിക്കും ബോധത്തിനൊക്കെ അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വളരെ വൃത്തിയായിട്ടൊക്കെ ഇങ്ങനെ ഇത്രയും നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിലൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഉപയോഗം ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് നല്ല ഒരു ചെറിയ മുതൽ മുടക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി കൂടിയിട്ടാണിത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല ബിസിനസ് വീഡിയോസുകളായിട്ട്, അതുപോലെ സൗദി അറേബ്യയിൽ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് ഉറപ്പായിട്ടും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോസ് അവിടെ അവസാനിപ്പിക്കും.